ഡോക്ടർ ആരിഫ് ഹുസൈൻ, എന്തായാലും ഈ സംവാദം ഫലവത്താകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അബ്ദുള്ളയെ പോലുള്ള ആളുകൾ പോലും മാറി ചിന്തിക്കുന്നു. അതായത് ഈ സൗദി അറേബ്യയിൽ പോലും മുസ്ലിങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് അബ്ദുള്ളാക്ക പറഞ്ഞു വെച്ചിരിക്കുന്നത്. തീർച്ചയായും യെസ്. ഇവിടെ ഞാൻ അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് ആദ്യമേ തന്നെ അബ്ദുള്ളയെ ഞാൻ അനുമോദിക്കുകയാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ സത്യത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിലെങ്കിലും ഇപ്പോൾ നിലവിൽ ഈ ഒരു വിഷയം ഇവിടെ ചർച്ചയാകുന്ന സമയത്ത് ആ വാർത്തകൾക്ക് അടിയിൽ വന്നുകൊണ്ട് കമന്റ് ഇടുന്ന മുസ്ലിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് കേൾക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം ആ മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ് ഞാൻ പറയാം, മുസ്ലിങ്ങൾ ഇടുന്ന കമന്റുകൾ എന്താണ്, ഇത് ഇലക്ഷൻ പ്രമാണിച്ചുണ്ടാക്കിയ ഇൻസൈഡർ ആയിട്ടുള്ള അറ്റാക്ക് ആണ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ അബ്ദുള്ളയെ കേൾക്കണം എന്നാണ് ഞാൻ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു, ഞാനൊക്കെ എപ്പോഴും പറയുന്ന കാര്യവും അതിന്റെ പേരിൽ നമ്മൾ പഴി കേൾക്കുന്ന ഒരു സംഗതിയാണ്, ലോകത്തൊരു സ്വർഗം മുസ്ലിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്നാണ് ഞാനും പറയാറ്. അപ്പൊ ഉടനെ നമ്മളെ സംഖ്യയാക്കലാണ് ഇവിടുത്തെ ആളുകളുടെ പരിപാടി. ഇപ്പൊ അബ്ദുള്ള അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നു, ഇവിടുത്തെ സംവിധാനങ്ങളെ അത് കാത്ത് സംരക്ഷിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത അത് ഓരോ മുസ്ലിമിനും ഉണ്ട്. ആ സംഗതി ആ മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് പകരം അവരെ കൊണ്ട് ഈ ചുടുചോറ് വാരിപ്പിക്കുന്ന ഈ ഒരു കനൽ വാരിപ്പിക്കുന്ന പണി ഇവിടുത്തെ തീവ്രവാദികൾ എടുക്കുമ്പോൾ അതിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നത് ആരാണ്? ആ വഴിമരുന്നിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ പല സംഘടനകൾക്കും പങ്കുണ്ട്, ഇവിടുത്തെ ഭരണകർത്താക്കൾക്കും പങ്കുണ്ട്. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം, ഇവിടെ തന്നെ അബ്ദുള്ള തന്നെ സൂചിപ്പിച്ച കാര്യം, മുഖം നോക്കാതെ ഇതിന് നടപടിയെടുക്കണം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഇത്തരം വിഷയങ്ങളിൽ മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? ഈ വിഷയത്തെ എന്താണ് എന്നുള്ളത് യു ഹാവ് ടു കോൾ ബൈ ഇറ്റ്സ് നെയിം. അത് നമുക്ക് വിളിക്കാൻ സാധിക്കണം. അത് ഇവിടെ വിളിക്കാൻ സാധിക്കാറുണ്ടോ? ഇവിടെ തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് മെഴുകാൻ തുടങ്ങുകയാണ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഹിന്ദു തീവ്രവാദം എന്ന് വിളിക്കാൻ പറ്റുന്നത് പോലെ, അല്ലെങ്കിൽ സയനിസ്റ്റ് തീവ്രവാദം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നത് പോലെ, ഒരു ഇസ്ലാമിക ഭീകരവാദികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ വിളിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് മുസ്ലിങ്ങൾക്കൊരു വാണിംഗാണ്. ഇതാണ് പ്രശ്നം. ഈ സംഗതി ഈ ഒരു വേലിക്കെട്ടിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് കൃത്യമായിട്ടൊരു സന്ദേശം മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണകർത്താക്കൾക്കുണ്ട്. അപ്പോൾ ആ നെയിം വിളിച്ചുകൊണ്ട് ആ സംഗതിയെ അഡ്രസ്സ് ചെയ്യുന്നിടത്ത് തന്നെ ഇവിടുത്തെ ഭരണം അവർ കൈയാളുന്ന BJP അടക്കം അതിൽ ഫെയിലർ ആവാണ്. കാരണം അവർ പോലും ഇതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല. എപ്പോഴെങ്കിലും അത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ പോലും തീവ്രവാദ ആക്രമണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, എന്താണെന്ന് പറയുന്നില്ല, തെളിയിച്ച് പറയുന്നില്ല, കലിമ ചൊല്ലിച്ചതിനെ കുറിച്ച് മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നു, മുസ്ലിങ്ങൾക്ക് ഈ മതത്തിന്റെ പേരിൽ ഒരു തീവ്രവാദം നടക്കുന്നുണ്ട് എന്നുള്ളതും ആ സംഗതി ഒഴിച്ചു നിർത്തേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനുണ്ട് എന്നുള്ള ഒരു ബോധ്യം അത് മുസ്ലിമിനുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ തീവ്രവാദികൾക്ക് ഈ പരോക്ഷ സപ്പോർട്ട് കിട്ടാതെ ഇതുണ്ടാകുന്ന സമയത്ത് ഇത് ഇലക്ഷൻ കാരണമാണ്, അല്ലെങ്കിൽ ഇത് മറ്റുള്ള ഏതെങ്കിലും സാധനത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്ന ആ തരം വാദങ്ങൾ എഴുന്നള്ളിക്കാതെ അവരെ തള്ളി പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ സത്യത്തിൽ ഇന്ന് തർക്കിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഇവിടെ തീവ്രവാദികൾ ഈ പറയുന്ന സംഗതികൾക്ക് കൃത്യമായിട്ടുള്ള മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരെടുത്ത് വെക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു വിഷയം, ഇന്നലെ സ്ഫോടനം ഉണ്ടാവുന്നതിന് മുന്നേ ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ 8ഓളം സ്ഥലത്ത് നിന്നാണ് തീവ്രവാദ ബന്ധമുള്ള ആളുകളെ പൊക്കിയിരിക്കുന്നത്, ആയുധങ്ങൾ പിടിച്ചിരിക്കുന്നത്, വിഷാംശം ഈ റിസിൻ പോലുള്ള സാധനങ്ങൾ ഇവിടെ പിടിച്ചിരിക്കുന്നത്, അങ്ങനെ 8ഓളം സ്ഥലങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 8ഉം പൊട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ? അപ്പോൾ 9 എണ്ണം പ്ലാൻ ചെയ്യുന്നു, അതിൽ 8 എണ്ണം നമ്മൾ പിടിക്കുന്നു, ഒരെണ്ണം കയ്യകലത്തിൽ അത് പൊട്ടി, അത് ഇത്രയും ആളുകളുടെ ജീവനാശം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാവുമ്പോൾ ഇപ്പൊ ചോദ്യം ഉയരുന്നത് ഇത് സുരക്ഷാ വീഴ്ചയാണെന്ന്. അപ്പൊ ഈ 8 അവസരങ്ങൾ ഇങ്ങനെ തടഞ്ഞത് പിന്നെ ആരുടെ മിടുക്കുകൊണ്ടാണ് എന്നുള്ളത് ഇവിടെ നമ്മൾ തിരിച്ചു ചോദിക്കും. ഇതാണ് എനിക്കിവിടെ പറയാനുള്ള കാര്യം അതാണ്. അപ്പോൾ ഈ ഇത്രയും സ്ഥലങ്ങൾ ഇവർ ചെയ്തപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ സംഘടനകളുടെ പേരെന്താണ്? ഒന്ന് ജെയ്ഷെ മുഹമ്മദും, പിന്നെ ഒന്ന് അൻസാർ ഗസ്വത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ പേരാണ് ഇതിൽ വരുന്നത്. എന്താണ് ഈ അൻസാർ ഗസ്വത്തുൽ ഹിന്ദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഈ ഗസ്വത്തുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. അത് ഇന്ത്യയെ പിടിച്ചടക്കുക എന്നതാണ്. അവിടെ ഇങ്ങോട്ട് ആക്രമിക്കുക അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ളതല്ല. അതിന് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഇസ്ലാമിലുണ്ട്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഇവിടെ ചോദിക്കേണ്ടായി, എന്താണ് ഇതിന്റെ മറ്റുള്ള മോട്ടിവേഷൻസ് എന്താണ്? എന്തുകൊണ്ടാണ് ഇത്രമാത്രം വൈറ്റ് കോളർ ജോബിലുള്ള ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്? അതിൻ്റെ ഒരു ചേതോവികാരം എന്താണ് എന്ന് ചോദിക്കുന്നത് നമ്മളിവിടെ കണ്ടു. ആളുകൾ എല്ലാവരും പറയാറുള്ളത് ഇത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഞാൻ അവിടെയാണ് എനിക്ക് ഇതിനുള്ള ഒരു ഡിഫറിങ് പോയിന്റ് ഉള്ളത്. ഇത് സ്വർഗത്തിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ഈ ആളുകൾ ഈ പറയുന്ന സംഗതിയിൽ ഇപ്പൊ നമ്മളും വിശ്വാസിയായിരുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സാധനം 2 വേദനകൾ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഗതി. ഒന്നാമത്തെ വേദന എന്ന് പറയുന്നത് ഖബർ ശിക്ഷയാണ്. ഖബർ ശിക്ഷയെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന സാധനം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ തലയിലേക്ക് വെച്ച് തരുന്ന ഒരു ബോധ്യം, ഒരു പഠന രീതിയുണ്ട്. ഇത് ചില ആളുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഈ സംഗതി.
എല്ലാവരെയും ഒന്നും ഒരേപോലെ ബാധിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പഠിപ്പിക്കുന്നത് എല്ലാവരെയും ഒരേപോലെയാണ്, പഠിക്കാനുള്ളതും ഒരേപോലെയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഇത് എടുക്കുന്ന ആളുകൾ അവരുടെ ആ സെൻസിറ്റിവിറ്റിക്ക് അനുസരിച്ച് എത്രത്തോളം അത് ഡീപ്പായിട്ട് പോകുമെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ പ്രശ്നം ഇതാണ്. ഇനി ഇതിൽ രണ്ടാമത്തെ കാര്യമാണ് ഈ നരകം എന്ന് പറയുന്ന വിഷയം. ആ നരകത്തെക്കുറിച്ചുള്ള വർണ്ണന ഇതൊക്കെ നമ്മൾ മദ്രസയിൽ മാത്രമൊന്നുമല്ല പഠിക്കുന്നത്. ഓരോ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഇത് കേൾക്കുന്നു, വായിക്കാനുള്ള എന്തെങ്കിലും എടുത്ത് വായിച്ചാൽ അതിനകത്ത് ഇത് കേൾക്കുന്നു, ചുമ്മാ യൂട്യൂബിൽ ഒരു പ്രസംഗം കേട്ടാൽ അതിനെക്കുറിച്ച് ഇത് കേൾക്കുന്നു. ഇനി നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയും ഈ പറയുന്ന പ്രസംഗങ്ങളിലും ഈ ഉസ്താദുമാർ പ്രസംഗിക്കുന്ന ഇതൊക്കെയാണ്. നിങ്ങൾ ചുമ്മാ എടുത്ത് നോക്കുക, യൂട്യൂബിൽ ചുമ്മാ നരക ശിക്ഷ എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണിയാൽ തീരില്ല എത്രമാത്രം പ്രസംഗങ്ങളുണ്ട് എന്നുള്ളത്. അതാണ് ഇതിന്റെ ഒരു അവസ്ഥ. ഡോക്ടർ ആരിഫ്, ഈ എഡ്യൂക്കേറ്റഡ് യൂത്ത്സ് എങ്ങനെയാണ് ഈ വലയിൽ അതിലേക്കാണ് വരുന്നത്? യെസ്, അതിലേക്കാണ് വരുന്നത്. അവിടെയാണ് ഈ പറയുന്ന സുഖലോലുപത ആണ് ആഗ്രഹിക്കുന്നത്, ഹൂറികളെയാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഗതികളിലേക്ക് എപ്പോഴും നമുക്ക് കിട്ടാത്ത ഒരു സംഗതി എത്തിപ്പിടിക്കാൻ വേണ്ടിയാണല്ലോ ആളുകൾ ശ്രദ്ധിക്കുക. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എല്ലാം ഉള്ള ആളുകളാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ പിടിച്ച ആളുകളുടെ പേര് നമ്മൾ മറക്കുക. ഒസാമ ബിൻ ലാദൻ, അദ്ദേഹത്തിന് ഈ പറയുന്ന മൂപ്പർക്ക് പഠനത്തിന് കുറവൊന്നുമില്ലല്ലോ. പുള്ളി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. എഞ്ചിനീയറാണ്, എഞ്ചിനീയർ ഡിഗ്രി ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ ഒരു സിവിൽ ഡിപ്ലോമ എന്തോ ഉള്ള ഒരാളാണ്, ഒരു എഞ്ചിനീയറാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ. ഇനി ഐമൻ അൽ സവാഹിരി സർജൻ ആണെന്നാണ് പറയാറ്. നമ്മൾ ജാക്കിർ നായിക്ക് മൂപ്പരെന്താണ്? മൂപ്പരൊരു MBBS ഡോക്ടറാണ്. ഇനി നമ്മുടെ നാട്ടിൽ സ്വന്തം ഹോം ഗ്രോൺ ആയിട്ടുള്ള ചില ജിഹാദികൾ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനം ഇപ്പൊ അബ്ദുള്ള ബാസിൽ വിസ്ഡം യൂത്ത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അതിന്റെ മുതലാളി, പുള്ളി എന്താണ്? പുള്ളി ഒരു BDS ഡോക്ടറാണ്. എപ്പോഴാ പൊട്ടിത്തെറിക്കാന്ന് മാത്രമേ നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടുള്ളൂ. അതിലേക്കാണ് എത്ര ആളുകൾ അതിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഈ പറയുന്ന പകല് ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്യും, രാത്രി പോയിട്ട് എൻട്രൻസ് കോച്ചിങ് നടത്തും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ടത്? പകല് വലിയ ഡോക്ടർ ആവുന്നു, രാത്രി പോയിട്ട് ജിഹാദി പ്രവർത്തനം നടത്തും. ഇത് തന്നെയാണ് അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പകല് അവർ ജോലി എടുക്കുന്ന സമയത്ത് ഇതേപോലെ വലിയ എൻട്രൻസ് കോച്ചിങ് ഒക്കെ നടത്തുന്നു, കുട്ടികളുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. പ്രോഫ്കോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രൊഫഷണൽ കോളേജുകളിൽ കയറിയിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളാണ്. ഈ അബ്ദുള്ള ബാസിൽ നമ്മൾ കണ്ടു ഇവിടെ മറ കെട്ടിയിട്ട് ഇവർ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ചോദിച്ചപ്പോൾ താലിബാനിസമാണോ എന്ന് ഇവിടെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇവർ ക്ലാസ് എടുക്കുന്നത്, ഇത് അവരിലേക്ക് ഈ മതബോധം കൊടുത്തുകൊണ്ട് അവർ റാഡിക്കലൈസ് ചെയ്യാണ്, പോളറൈസ് ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പോളറൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണ്? ഈ സുഖലോലുപതയല്ല ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം ഒരു ചെറിയ സുഖം ലഭിച്ചാൽ പോലും നമുക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ, വലിയ നരകശിക്ഷ, അതിന്റെ വേദന, ഈ വേദന പെയിൻ തിയറിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് നമ്മൾ എപ്പോഴും മറന്നു പോകണം. നമ്മൾ എപ്പോഴും ഹൂറികളെ കുറിച്ചേ പറയാറുള്ളൂ, അതല്ല ഇതിലെ വിഷയം. ഈ നരകശിക്ഷയെ എങ്ങനെ ഒഴിവാക്കാം? അപ്പോൾ അതിൽ വരുന്ന പ്രശ്നം എന്താണ്? ഇപ്പോൾ മറ്റു മതങ്ങളിലെ കോൺസെപ്റ്റ് നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും എന്നുള്ളത് ഒരു അടിസ്ഥാന തത്വമാണ്. ഇസ്ലാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം പോരാ. നിങ്ങൾ എത്ര നന്മ ചെയ്താലും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ശിർക്ക് ചെയ്തു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും ചെറിയ കാരണം പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് തടയാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളൊരു ഒരു വിഷയം അവിടെ ഓരോ വിശ്വാസിയുടെ ഉള്ളിൽ ഒരു വസ്വാസം എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ ഒരു OCD എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഗിൽറ്റ് കോംപ്ലക്സ് കൊണ്ട് നടക്കുന്ന ആളുകൾ പല വഴികൾ തേടും. അങ്ങനെ തേടുന്ന സമയത്ത് ഈ മതബോധം, ഈ മതം തലയ്ക്ക് പിടിച്ച ആളുകൾ എന്ത് ചെയ്യും? ഈ ജിഹാദികൾ എന്ത് ചെയ്യും? അവർ അതിനുള്ള ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കാൻ പറ്റുന്ന ഈ നരകശിക്ഷ ഒഴിവാക്കാൻ പറ്റുന്ന ഒറ്റമൂലി അത് അവരെടുക്കും. ആ ഒറ്റമൂലി എന്താണ്? കാഫിറിനെ കൊല്ലുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവിടെ ഹദീസ് കൃത്യമായിട്ടുണ്ട്. നിങ്ങളൊരു കാഫിറിനെ കൊന്നു കഴിഞ്ഞാൽ ആ കാഫിറും ആ പറയുന്ന മുസ്ലിം, ആ ജിഹാദിൽ പങ്കെടുത്ത മുസ്ലിമും ഒരുമിച്ച് അത് നമുക്ക് പിന്നെ സംസാരിക്കാൻ. ഞാൻ ഇന്ന് അദ്ദേഹമായിട്ട് തർക്കിക്കാനില്ല, കാരണം ഇന്ന് അദ്ദേഹം വളരെ മികച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വെച്ചിട്ടുള്ള ദിവസമാണ്. അബ്ദുള്ള അത് വെറുതെ നശിപ്പിക്കുന്നതാണ് എനിക്ക് പറയുന്നത്. ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റിനോട് വിയോജിപ്പുണ്ട് അദ്ദേഹം. ഒരു സെക്കൻഡ്, ഞാൻ അതിലേക്ക് വരാം. ഒറ്റ മിനിറ്റ്. അപ്പൊ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തോട്ടെ, എന്നിട്ട് അദ്ദേഹം സംസാരിച്ചോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സംഗതികൾ ഇവിടെ ഉണ്ട്. ഇനി ഇതിൽ എന്ത് വിയോജിപ്പുണ്ടെങ്കിലും നിങ്ങൾ എന്നോടല്ല വിയോജിക്കേണ്ടത്. ഈ പറയുന്ന സംഘടനയ്ക്ക് ഗസ്വത്തുൽ ഹിന്ദ്, അൻസാറുൽ ഗസ്വത്തുൽ ഹിന്ദ് എന്ന് പേരിട്ടിട്ടുള്ള ഓർഗനൈസേഷൻ അവിടെ ഉണ്ടല്ലോ. അവരുടെ അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ തപ്പിയെടുത്ത് തരാം. നിങ്ങൾ അവിടെ പോയിട്ട് അവർ ഉപദേശിക്കും, മക്കളെ അങ്ങനെയൊന്നും അല്ല, ഗസ്വത്തുൽ ഹിന്ദ് ഒന്നും പാടില്ല, ഇത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗ്ഗമാണെന്ന് അബ്ദുള്ള പോയിട്ട് ഉപദേശിക്കട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല മോനെ, ഇത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്, അവിടെ പോയി ഉപദേശിക്കട്ടെ. അല്ലെങ്കിൽ 9:5 സൂറത്ത് എഴുതി വെച്ചിരിക്കുന്നു ആയത്ത്, ഇത് യുദ്ധ സന്ദർഭത്തിൽ പറഞ്ഞാണ്, ഇന്ന യുദ്ധ സന്ദർഭത്തിലാണ് ഒന്ന് പറഞ്ഞ് ഉപദേശിക്കട്ടെ. അവരെല്ലാം ഉപദേശിക്കേണ്ടത്, നമ്മൾ ഉപദേശിക്കേണ്ട കാര്യം എന്താ? കാരണം ഇവിടെ ഈ പറയുന്ന ഈ ഒരു ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 100
തീവ്രവാദ സംഘങ്ങളെ നിങ്ങൾ എണ്ണിയാൽ അതിനകത്തൊരു 90 എണ്ണവും ഈ പറയുന്ന ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. ഇവരെല്ലാവരും മുന്നിൽ വെക്കുന്നത് ഒരേ ലക്ഷ്യമാണ്. എന്താണ്? ജിഹാദ്, കാഫിറിനെ കൊല്ലുക. ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. കാരണം ഈ പറയുന്ന ഖുറാനിൽ തന്നെ ഉണ്ട്, ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നത്, ദീൻ മുഴുവൻ അള്ളാഹുവിനാകുന്നവരെ നിങ്ങൾ ജിഹാദ് ചെയ്യാനും കൂടി എഴുതി വെക്കുമ്പോൾ നിങ്ങൾ നമ്മളെയാണോ തിരുത്തേണ്ടത് അതോ ഈ പറയുന്ന തീവ്രവാദികളെയാണോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ തീവ്രവാദ സംഘടനയും 90-100 തീവ്രവാദ സംഘടന അതിന്റെ എല്ലാത്തിന്റെയും അഡ്രസ്സും അവരുടെ എൻ്റെ പോസ്റ്റൽ അഡ്രസ് ഒക്കെ ഞാൻ എടുത്തു തരാം. വേണമെങ്കിൽ വണ്ടിക്കൂലി ഞാൻ തരാം. അവിടെ പോയിട്ട് ഉപദേശിച്ച് അവരെ നേരിടുക. അല്ലാതെ നമ്മൾ ഇതിന്റെ വസ്തുത പറയുമ്പോൾ നമ്മളെ വന്ന് തിരുത്താൻ നിൽക്കരുത്. ഇതാണ് ഞാൻ പറയുന്നത്.